ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ ഡെലീഷ്യസാണ്. ഇത് സോസേജ് സ്റ്റഫ്ഡ് ബേക്ക്ഡ് പറാത്തയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോസേജ് കുട്ടികൾക്കൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കൊരു ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി ഒരു പറാത്ത ഉണ്ടാക്കിയാൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു മീലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 കപ്പ് മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ കപ്പിലേക്ക് തന്നെ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക, ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക, പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതിയാവും, വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് അഴുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഇത് ഒഴിക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേലും കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ടിത് പലകയിലോ അല്ലെങ്കിൽ പരന്ന പാത്രത്തിലോ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിൽ തന്നെ വെച്ചിട്ട് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പാകമൊക്കെ മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് കൂടി തേച്ച് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാൻ ഈ ബൗളിലേക്ക് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കവർ ചെയ്ത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 3 സോസേജാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ സോസേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ അങ്ങോട്ട് അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. 2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് റിഫൈൻഡ് ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് 1 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് ചൂടാവുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ സോസിൻ്റെ ആവശ്യമില്ല, ഒരു 1/4 ടീസ്പൂണിലും കുറവ് മതി. അതാണ് ഞാൻ 5-6 ഡ്രോപ്സ് എന്ന് പറഞ്ഞത്. എന്നിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസാണ് ഞാൻ ചേർത്തത്. നിങ്ങൾ പേസ്റ്റ് ആയിട്ടുള്ളത് ചേർത്താലും മതിയാകും. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഹോട്ട് ആൻഡ് സ്വീറ്റാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ടൊമാറ്റോ സോസും ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം അത് പൊങ്ങിയിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. ഇത് നമുക്കിത് പലകയിലേക്ക് തന്നെ മാറ്റിയിട്ട് മാവ് തൂക്കി ഒന്നുകൂടി നമുക്കിത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴക്കും തോറും നമ്മളുടെ മാവ് നന്നായിട്ട് സോഫ്റ്റാകും. അപ്പോൾ പറാത്തയൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. അപ്പോൾ നമുക്കിതൊരു പലകയിലേക്ക് തന്നെ മാറ്റാം. എന്നിട്ട് പൊടി തൂവിയിട്ട് നന്നായിട്ട് ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് കുഴയ്ക്കുക. നന്നായിട്ട് തേച്ച് കുഴക്കുക. ഒട്ടിപ്പിടിക്കുമെങ്കിൽ നമുക്ക് പൊടി തൂവി കൊടുക്കാം. മൈദപ്പൊടി തന്നെ തൂവി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും കുഴച്ചതിന് ശേഷം ഇത് വീണ്ടും കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
ഞാൻ ഈ പലകയുടെ പുറത്ത് തന്നെയാണ് കേട്ടോ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിലാക്കിയിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചതിന് ശേഷം 4 ഈക്വൽ ഉരുളകളായിട്ട് മാറ്റാം. ഞാൻ 4 പറാത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഫില്ലിങ്ങുമാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം പൊടി തൂവി കുഴക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിന് ശേഷം നമുക്കിത് 4 ഈക്വൽ പാർട്സായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ 4 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് സ്മൂത്താക്കുക. അതിനുശേഷം ഓരോന്നും എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ പൊടി തൂവിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നന്നായിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കുക. എത്രയും നേരിയതാക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പലയുടെ സൈസിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഗീയോ അല്ലെങ്കിൽ എണ്ണയോ തൂവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബ്രഷ് കൊണ്ട്. അതിനുശേഷം കുറച്ച് പൊടി തൂവി കൊടുക്കുക അതിൻ്റെ പുറത്തേക്ക്. പൊടി തൂവിയതിന് ശേഷം 2 അരികിൽ നിന്നും മടക്കി വയ്ക്കുക ഉള്ളിലേക്ക്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് എടുത്ത് ഒരു പോർഷൻ എടുക്കുക. 4 ഈക്വൽ പോർഷൻ ആക്കിയത് ഒരു പോർഷൻ എടുത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇത് മിഡിലിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. 2 സൈഡും ലോക്ക് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് ലോക്കായിക്കോളും. പിന്നെ കൂടുതൽ ലോക്കായില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ലോക്ക് ചെയ്യുക. നമ്മൾ ബേക്ക് ചെയ്യണേ അതുകൊണ്ട് ഇത് ഇടയ്ക്ക് ലോക്കായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ മീതയിലൊക്കെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ റോളർ ഉപയോഗിച്ച് ഒന്ന് റോൾ ചെയ്താലും മതിയാകും. നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ലോക്ക് വീണില്ലെങ്കിൽ എണ്ണയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഇറങ്ങും. അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആ 4 ഉരുളകളും പരത്തിയെടുത്ത് ഒരു ട്രേയിലാക്കിയിട്ട് ഞാൻ കവർ ചെയ്ത് വയ്ക്കുകയാണ്, ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട്. ഞാനൊരു ഗ്രിൽ ചെയ്യണ ട്രേ ആണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് എഗ്ഗ് വാഷിനുള്ള എഗ്ഗും റെഡിയാക്കി വെക്കണം. കുറച്ച് പാലും എണ്ണയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിതിൽ നിന്ന് 2 എണ്ണമാണ് ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ട്രേയിൽ 2 എണ്ണ ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് എഗ്ഗ് വാഷ് ചെയ്യുക. ഈ പറാത്തയുടെ പുറത്തേക്ക് എഗ്ഗ് വാഷ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന പാനിൽ വെച്ചിട്ട് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കവർ ചെയ്ത് വെച്ച് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മളുടെ പറാത്ത നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. സോസേജ് സ്റ്റഫ്ഡ് പറാത്തയാണ്, നന്നായിട്ട് ബേക്കാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രൈയിങ് പാനിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പാനിൽ ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സോസേജ് സ്റ്റഫ്ഡ് ബേക്ക്ഡ് പറാത്ത റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഡിന്നറിന് ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ പറാത്ത. സോസേജ് വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം ഇതുപോലെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.